ഹലോ വിഗേറ്റ്സ്. സോ ഇന്ന് നമ്മൾ 6th സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു 6th എപ്പിസോഡിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മൊഡാൽ വെർബ് അതുപോലെ ത്രൻ ബാറെ വെർബൻ എന്ന് പറയുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ ഈ ടോപ്പിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ ഇത് എങ്ങനെ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും സെഷനിൽ നമ്മളൊരു 5 എപ്പിസോഡ്സ് കവർ ചെയ്ത സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ, അതുപോലെ സെൻറ്റൻസ് മേക്കിംഗ്, അതുപോലെ പൊസസീവ് ആർട്ടിക്കിൾസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് A1 പഠിക്കുന്ന ഒരാൾ A1ലും A2ലും B1ലും B2ലും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൊഡാൽ വെർബൻ എന്ന് പറയുന്ന ടോപ്പിക്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും നിങ്ങളുടെ ബുക്ക് എടുത്തിട്ട് ഈ ഒരു ഹെഡിങ് എഴുതി വെക്കുക, മൊഡാൽ വെർബൻ. സോ എന്താണ് മൊഡാൽ വെർബ്, അല്ലെങ്കിൽ എങ്ങനെ ഇത് ഈസി ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ യൂസ് എന്താണ്, ഇത് ജർമ്മനിൽ വരുമ്പോഴുള്ള പ്രത്യേകതകൾ എന്ത്, ഇതൊക്കെ നമ്മൾ ഇനി കവർ ചെയ്യാൻ പോവുകയാണ്. സോ മൊഡാൽ വെർബൻ എന്ന് പറയുന്ന ടോപ്പിക് ഇത് ഈസി ആയിട്ട് ഓർത്ത് വെക്കാനും, പലരും പല ഡെഫിനിഷനും ഇതിന് പറയും, പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യുക നമ്മളുടെ ഇംഗ്ലീഷിലെ മസ്റ്റ്, അതുപോലെ ഷുഡ്, ക്യാൻ, ഇത്തരത്തിലുള്ള വെർബുകളാണ് മൊഡാൽ വെർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വെർബ്സ് മൊഡാൽ വെർബ്സ് ആയതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, അത് നമുക്ക് പറഞ്ഞുതരാം. സോ മസ്റ്റ്, ഷുഡ്, ക്യാൻ ഇത്തരത്തിലുള്ള വാക്കുകളാണ് മൊഡാൽ വെർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു ചെറിയ ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. മൊഡാൽ വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ്, ഷുഡ്, ക്യാൻ എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷിലെ വെർബ്സുകളാണ് മൊഡാൽ വെർബ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വെർബ്സിന്റെ റെലവൻസ് എന്താണെന്നുള്ളത് പഠിക്കുക. അതായത് ഇപ്പം നമ്മളുടെ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് എപ്പിസോഡിലൊക്കെ വെർബ്സിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതായത് സെക്കൻഡ് പൊസിഷനിൽ വെർബ് കോൺജുഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വെർബും ഈ ഒരു മൊഡാൽ വെർബും എന്താണ് ഡിഫറൻസ്, അല്ലെങ്കിൽ ഇതിൻ്റെ റെലവൻസ് എന്ത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മൊഡാൽ വെർബ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള റൂളാണ് വരുന്നത്. മൊഡാൽ വെർബ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെർബ് വെച്ചിട്ട് നിങ്ങളൊരു സെന്റൻസ് പറയുന്ന അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു യൂഷ്വൽ വെർബ് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മസ്റ്റ് വെച്ചിട്ട് ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഐ മസ്റ്റ് സ്റ്റഡി ജർമ്മൻ, മസ്റ്റ് എന്ന് പറയുന്ന മൊഡാൽ വെർബും വന്നു, സ്റ്റഡി എന്ന് പറയുന്ന ഒരു യൂഷ്വൽ വെർബും വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഒരു മൊഡാൽ വെർബ് വെച്ചിട്ട് നിങ്ങൾ സെന്റൻസ് എഴുതുമ്പോൾ അവിടെ ഒരു നോർമൽ വെർബ് കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, അതായത് 2 വെർബുകൾ ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മൊഡാൽ വെർബ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഈ വെർബ്സ് വെച്ചിട്ട് സെന്റൻസ് എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും, ഒരു യൂഷ്വൽ വെർബ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഒരു ഇറഗുലർ വെർബ് അല്ലെങ്കിൽ റെഗുലർ വെർബ് കടന്നു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു സെന്റൻസിൽ 2 വെർബുകൾ വരികയാണ്. ഐ മസ്റ്റ് സ്റ്റഡി, മസ്റ്റും വന്നു സ്റ്റഡിയും വന്നു. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ മൊഡാൽ വെർബ്സ് വഴി നോക്കാൻ പോകുന്നത്. ഇനി ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ ഏത് വെർബ് കോൺജുഗേറ്റ് ചെയ്യുന്നുള്ള ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട്. സോ ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് തരാം. ഒന്ന്, 2 വെർബ്സ്, അതായത് എങ്ങനെ നിങ്ങൾക്ക് ജർമ്മനിൽ 2 വെർബ്സ് കൊണ്ടുവരാം. കാരണം ഈ മൊഡാൽ വെർബ് വെച്ചിട്ട് എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇപ്പം മസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വാക്ക് വെച്ചിട്ട് നിങ്ങളൊരു സെന്റൻസ് ഐ മസ്റ്റ് റൈറ്റ് ദ ഹോംവർക്ക്, ഓക്കെ, ഈ ഒരു സെന്റൻസ് എഴുതുന്ന സമയത്ത് ഐ മസ്റ്റ് റൈറ്റ് ദ ഹോംവർക്ക്, ഓട്ടോമാറ്റിക്കലി ഇവിടെ മസ്റ്റ് എന്ന് പറയുന്ന മൊഡാൽ വെർബും റൈറ്റ് എന്ന് പറയുന്ന ഒരു യൂഷ്വൽ വെർബും വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് 2 വെർബ്സിനെ ആഡ് ചെയ്യാൻ പറ്റും, ഇത് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, കോൺജുഗേറ്റ് ചെയ്യേണ്ടത് ഏത് വെർബിന്. കാരണം ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ പറഞ്ഞു 2 വെർബ്സ് ഉണ്ട്, ഒരു മൊഡാൽ വെർബ്, ഒരു റൈറ്റ് എന്ന് പറയുന്ന സാധാ വെർബ്. ഏത് വെർബാണ് നിങ്ങൾ കോൺജുഗേറ്റ് ചെയ്യുക, അതായത് മസ്റ്റ് ആണോ കോൺജുഗേറ്റ് ചെയ്യേണ്ടത്, റൈറ്റ് ആണോ കോൺജുഗേറ്റ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാന്നുള്ള രണ്ടാമത്തെ ഒരു ഡൗട്ട് ഉണ്ടാവും. മൂന്നാമത്തെ ഒരു ഡൗട്ട്, ഓക്കെ, ഇങ്ങനെ ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൊഡാൽ വെർബ് വെച്ചിട്ടൊരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സെന്റൻസ് ഫോർമേഷൻ എന്ത്, ഓക്കെ, സെന്റൻസ് ഫോർമേഷൻ, ഓക്കെ. ഇത്രയും 3 കാര്യങ്ങളാണ് നമ്മൾ മൊഡാൽ വെർബ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. നമ്മളുടെ മനസ്സിലുള്ള 3 ക്വസ്റ്റ്യൻ ഇതാണ്. മൊഡാൽ വെർബ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ വെച്ച് എഴുതുന്ന സമയത്ത് 2 വെർബ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഏത് വെർബ് കോൺജുഗേറ്റ് ചെയ്യണം,
ഇതിൻ്റെ സെൻറ്റൻസ് ഫോർമേഷൻ എന്ത്? ഈ 3 ക്വസ്റ്റ്യനിലുള്ള ആൻസർ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും മൊഡാൽ വെർബ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു മൊഡാൽ വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ്, ഷുഡ്, ക്യാൻ എന്നൊക്കെ പറയുന്ന വാക്കുകളാണ്. അപ്പോൾ അതിനെന്ത് ജർമ്മനിൽ പറയുന്നു പഠിക്കുന്നതിൻ്റെ മുൻപായിട്ട് ആദ്യം നിങ്ങൾ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക. അതായത് 2 വെർബ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അപ്ലൈ ചെയ്യും, അതിൽ ഏത് വെർബ് കോൺജുഗേറ്റ് ചെയ്യണം, അതുപോലെ ഇതിൻ്റെ സെൻറ്റൻസ് ഫോർമേഷൻ എന്ത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെ 2 വെർബിന് ഇതിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിന് നിങ്ങളൊരു ആൻസർ ആയിട്ട് പഠിക്കേണ്ടത് മൊഡാൽ വെർബ് വെച്ചിട്ട് സെൻറ്റൻസ് എഴുതുമ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാം മൊഡാൽ വെർബിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ 2 വെർബ് വെച്ചിട്ട് സെൻറ്റൻസ് എഴുതുമ്പോൾ ആദ്യത്തെ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇതാണ്, മൊഡാൽ വെർബിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെർബ്. ഓക്കെ, അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡാൽ വെർബാണ് സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യേണ്ടത് മൊഡാൽ വെർബനാണ്. സോ ഓട്ടോമാറ്റിക്കലി സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്, 2 വേർബ്സ് വരുന്ന സമയത്ത് മൊഡാൽ വെർബനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യമുള്ളത്. അപ്പൊ പ്രാധാന്യമുള്ള വെർബുകളാണ് എന്ത് ചെയ്യേണ്ടത്, 2ാമത്തെ പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യേണ്ടത്. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് ഞാൻ പറഞ്ഞത്. 2ാമത്തെ പൊസിഷനിൽ എന്ത് ചെയ്യണം, മൊഡാൽ വെർബ്സിനെ നിങ്ങൾ കോൺജുഗേറ്റ് ചെയ്യാം. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട്, അപ്പോൾ സാധാ വെർബ് എന്ത് ചെയ്യും? കാരണം സാധാ വെർബ് അല്ല സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മളുടെ 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് സെന്റൻസ് ഫോർമേഷനിൽ വരുന്നത്. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക, മൊഡാൽ വെർബ് വെച്ചിട്ട് നിങ്ങളൊരു സെന്റൻസ് എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഏത് സെന്റൻസ് എഴുതുകയാണെങ്കിലും ഫസ്റ്റ് പൊസിഷനിൽ വരേണ്ടത് സബ്ജക്റ്റ് ആണ്. ഓക്കെ, സോ സബ്ജക്റ്റ് അതായത് ഇഷ് അങ്ങനത്തെ വാക്കുകൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നു. സെക്കൻഡ് പൊസിഷനിൽ വരേണ്ടത് മൊഡാൽ വെർബൻ. ഓക്കെ, 2ാമത്തെ പൊസിഷനിൽ നമ്മൾ മൊഡാൽ വെർബും കൊടുക്കും. കാരണം നമ്മൾ പഠിച്ചു എന്ത്, 2 വെർബുകൾ അല്ലെങ്കിൽ മൊഡാൽ വെർബ് വെച്ചിട്ട് ഒരു സെന്റൻസ് എഴുതുമ്പോൾ അവിടെ പ്രാധാന്യമുള്ള ആൾ മൊഡാൽ വെർബാണ്. അതായത് സെക്കൻഡ് പൊസിഷനിൽ മൊഡാൽ വെർബാണ് കോൺജുഗേറ്റ് ചെയ്യേണ്ടത്. ഇനി പിന്നെ നിങ്ങൾ ഒബ്ജക്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ എഴുതുന്നു. ലാസ്റ്റ് പൊസിഷനിലാണ് നിങ്ങൾ യൂഷ്വൽ വെർബ് എഴുതേണ്ടത്. ഓക്കെ, ലാസ്റ്റ് പൊസിഷനിലാണ് യൂഷ്വൽ വെർബ് പോകേണ്ടത്. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇത് വെച്ചിട്ട് ഒരു സെന്റൻസ് എഴുതുന്ന സമയത്ത് യൂഷ്വൽ വെർബ് ലാസ്റ്റ് പൊസിഷനിലായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൺസെപ്റ്റ് മൊഡാൽ വെർബിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. മൊഡാൽ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ മസ്റ്റ്, ക്യാൻ, ഷുഡ് എന്നൊക്കെ പറയുന്ന വെർബുകളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് സെന്റൻസ് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2 വെർബ് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇപ്പം മസ്റ്റ് വെച്ചിട്ടോ ക്യാൻ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് അല്ലെങ്കിൽ ഐ ക്യാൻ സ്പീക്ക്, ഇവിടെയൊക്കെ എന്തുണ്ട്, ഒരു 2 വെർബ് വരാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 2 വെർബുകൾ വരുമ്പോൾ എന്ത് ചെയ്യും, മൊഡാൽ വെർബിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ദാറ്റ് മീൻസ് അതെന്ത് ചെയ്യണം, സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യണം. അപ്പോൾ സാധാ വെർബ് എന്ത് ചെയ്യും, സാധാ വെർബിനെ നിങ്ങൾ ലാസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുപോകണം. ഇതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്യാം, കോൺജുഗേറ്റ് ചെയ്യരുത്. ലാസ്റ്റ് അതായത് നമ്മൾ അവസാനത്തെ പൊസിഷനിലോട്ട് കൊണ്ടുപോയ ആ ഒരു വെർബ് കോൺജുഗേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഓൾറെഡി നമ്മളുടെ കോൺജുഗേഷൻ കഴിഞ്ഞു സെക്കൻഡ് പൊസിഷനിലെ മൊഡാൽ വെർബിന്. അപ്പോൾ പോയിട്ട് എന്ത് ചെയ്യരുത്, ലാസ്റ്റ് പൊസിഷനിലുള്ള ആ വെർബിനെ കോൺജുഗേറ്റ് ചെയ്യരുത്. അതെപ്പോഴും EN ഫോമിൽ നിങ്ങൾ എഴുതുക. EN ഫോം അതായത് ഇൻഫിനിറ്റീവ് ഫോമിൽ വേണം എഴുതാനായിട്ട്. ഇപ്പോൾ ഒരു വെർബ് എപ്പോഴും എൻഡ് ചെയ്യുന്നത് EN-ലായിരിക്കും. ഇപ്പോൾ ഹ്യോറൻ, ഷ്രൈബൻ എന്നൊക്കെ പറയുന്ന ഏത് വെർബാണെങ്കിലും EN-ലായിരിക്കും എന്തെന്ന്. അപ്പോൾ ഐ ക്യാൻ റൈറ്റ് എന്ന് പറയുന്ന സമയത്ത് ക്യാനിന് നിങ്ങൾ 2ാമത് കൊടുക്കുകയും റൈറ്റിനെ ലാസ്റ്റ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യാതെ EN ഫോമിൽ എഴുതണം എന്നുള്ളതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. മൊഡാൽ വെർബ് എഴുതുന്നതിൻ്റെ മുൻപ് അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. മൊഡാൽ വെർബ് വെച്ചിട്ട് എഴുതുന്ന സമയത്ത് നോർമലി അവിടെ 2 വെർബുകൾ വരും. അപ്പോൾ ഈ 2 വെർബുകൾ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഏത് വെർബിനെ സെക്കൻഡ് പൊസിഷനിൽ പ്ലേസ് ചെയ്യണം എന്നുള്ള ഡൗട്ടിനുള്ള ആൻസർ ആണ് ഇവിടെ പറഞ്ഞു തന്നത്. മൊഡാൽ വെർബിനാണ് ഇമ്പോർട്ടൻസ്, അത് സെക്കൻഡ് പൊസിഷനിൽ വരണം. ഇനി സാധാ വെർബ് എന്ത് ചെയ്യും, അത് ലാസ്റ്റ് പൊസിഷനിലോട്ട് പോകണം, അതിനെ കോൺജുഗേറ്റ് ചെയ്യാൻ പാടില്ല. അത് ഇൻഫിനിറ്റീവ് ഫോമിൽ അല്ലെങ്കിൽ EN ഫോമിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്. അപ്പോൾ മൊഡാൽ വെർബിനെ കുറിച്ച് നമ്മൾ ഏതൊക്കെയാണ് മൊഡാൽ വെർബ് അല്ലെങ്കിൽ മൊഡാൽ വെർബ് വെച്ചിട്ട് എങ്ങനെ സെന്റൻസ് എഴുതാം എന്നറിയുന്നതിൻ്റെ മുൻപായിട്ട് ഇത്രയും ബേസിക് ആയിട്ടുള്ള ഐഡിയകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മൊഡാൽ വെർബിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. എന്താണ് മൊഡാൽ വെർബ്, അതുപോലെ മൊഡാൽ വെർബ് എഴുതുമ്പോഴുള്ള പ്രത്യേകത എന്ത്, മൊഡാൽ വെർബ് വരുമ്പോൾ മൊഡാൽ വെർബിന്റെ പൊസിഷൻ എവിടെയാവണം, സാധാ വെർബിന്റെ പൊസിഷൻ എവിടെയാവണം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ജർമ്മനിലെ മൊഡാൽ വെർബ്സ്. അപ്പോൾ ജർമ്മനിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു മൊഡാൽ വെർബാണ് ക്യോനൻ. ക്യോനൻ എന്ന് പറയുന്ന മൊഡാൽ വെർബ്, ഇതിന്റെ അർത്ഥം നിങ്ങൾ എഴുതി വെക്കുക. ക്യോനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ എന്ന് പറയുന്ന അർത്ഥമാണ് വരുന്നത്. ഇത് യൂഷ്വലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു എബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിവൊക്കെ കാണിക്കാനാണ് ഈ ക്യോനൻ എന്നുള്ള മൊഡാൽ വെർബ് യൂസ് ചെയ്യുക.
അപ്പോൾ അർത്ഥം വരുന്നത് ക്യാൻ. നെക്സ്റ്റ് വരുന്ന ഒരു മൊഡാൽ വെർബാണ് മ്യൂസൺ. മ്യൂസൺ, ക്യോനൻ, മ്യൂസൺ. മ്യൂസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് മസ്റ്റ് എന്നൊക്കെ പറയുന്ന അർത്ഥം. നമ്മുടെ ഇംഗ്ലീഷിലെ മസ്റ്റ്, നിർബന്ധമായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യേണ്ട മൊഡാൽ വെർബാണ് മ്യൂസൺ. നെക്സ്റ്റ് മൊഡാൽ വെർബ് സോളൻ. സോളൻ, സോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് ഷുഡ് അല്ലെങ്കിൽ മേ എന്നൊക്കെ പറയുന്ന അർത്ഥമാണ് സോളന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന മൊഡാൽ വെർബാണ് മ്യോഗൻ. മ്യോഗൻ, മ്യോഗൻ എന്ന് പറയുന്ന മൊഡാൽ വെർബിന്റെ അർത്ഥം വരുന്നത് ലൈക്ക് എന്ന് പറയുന്ന അർത്ഥമാണ്. സോ ക്യോനൻ, ക്യാൻ, മ്യൂസൺ, മസ്റ്റ്, സോളൻ, ഷുഡ്, മ്യോഗൻ, ലൈക്ക് എന്ന് പറയുന്ന അർത്ഥം. നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന മൊഡാൽ വെർബ് ഡ്യൂർഫൻ. ഡ്യൂർഫൻ, ഡ്യൂർഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ, MAY, മേ അല്ലെങ്കിൽ ടു അലൗ എന്നൊക്കെ പറയുന്ന അർത്ഥമാണ് ഡ്യൂർഫൻ എന്ന് പറയുന്ന മൊഡാൽ വെർബിന് വരുന്നത്. സോ ക്യോനൻ നമ്മൾ എഴുതി ക്യാൻ എന്നുള്ള അർത്ഥം, ഇത് എന്തെങ്കിലും എബിലിറ്റി കാണിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. മ്യൂസൺ എഴുതി മസ്റ്റ് എന്നുള്ള അർത്ഥം, സോളൻ എഴുതി ഷുഡ് എന്നുള്ള അർത്ഥം, മ്യോഗൻ എഴുതി ലൈക്ക് എന്നുള്ള അർത്ഥം, ഡ്യൂർഫൻ എഴുതി ടു അലൗ എന്നുള്ള അർത്ഥം. ഇതിൽ വരുന്ന നെക്സ്റ്റ് മൊഡാൽ വെർബാണ് വോളൻ എന്ന് പറയുന്ന മൊഡാൽ വെർബ്. വോളൻ, WOLLEN. സോ മെയിൻ മൊഡാൽ വെർബ്സ് എന്ന് പറയുന്നതാണ് വോളൻ, ക്യോനൻ, മ്യൂസൺ, സോളൻ, മ്യോഗൻ, ഡ്യൂർഫൻ. ഇത്രയും മൊഡാൽ വെർബ്സ് ആണ് നമ്മൾ ബൈ ഹേർട്ട് ചെയ്യേണ്ടത്. ഇതിന്റെ അർത്ഥങ്ങളും വോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണ്ട് എന്നുള്ള അർത്ഥം, ക്യോനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ എന്ന് പറയുന്ന അർത്ഥം, മ്യൂസൺ മസ്റ്റ് എന്നുള്ള അർത്ഥം, സോളൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന മെയിൻലി ഷുഡ് എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ മേ എന്നുള്ള അർത്ഥത്തിലും യൂസ് ചെയ്യും, മ്യോഗൻ ലൈക്ക് എന്നുള്ള അർത്ഥം, ഡ്യൂർഫൻ അർത്ഥം വരുന്നത് ടു അലൗ. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ജർമ്മനിലെ മൊഡാൽ വെർബ്സ് എന്ന് പറയുന്നത്. വോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണ്ട് എന്നുള്ള അർത്ഥം. സോ ഇത് ബേസിക്കലി നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ, ഐ വാണ്ട് എ കാർ, ഐ വാണ്ട് ടു ബൈ സംതിങ്, അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക വോളൻ എന്നുള്ള മൊഡാൽ വെർബ് യൂസ് ചെയ്യുന്നത്. ഇനി ക്യോനൻ, ക്യോനൻ എന്നുള്ള മൊഡാൽ വെർബ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ക്യാൻ എന്നുള്ള അർത്ഥം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എബിലിറ്റി കാണിക്കുന്ന സമയത്താണ് മെയിൻലി നമ്മൾ ക്യോനൻ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന മ്യൂസൺ യൂസ് ചെയ്യുന്ന അർത്ഥം വരുന്നത് മസ്റ്റ് എന്നുള്ള അർത്ഥമാണ്. നിർബന്ധമായിട്ടും എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ നിർബന്ധിത കേസിലാണ് നിങ്ങൾ മ്യൂസൺ യൂസ് ചെയ്യുക. സോളൻ നിങ്ങൾക്ക് രണ്ട് അർത്ഥങ്ങൾ പഠിക്കാം. മെയിൻലി യൂസ് ചെയ്യുന്ന അർത്ഥം എന്ന് പറയുന്നത് ഷുഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷാൾ എന്ന് പറയുന്ന ആ ഒരു അർത്ഥവും അതിന് യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്ന മ്യോഗൻ ലൈക്ക് എന്നുള്ള അർത്ഥം. ഓക്കെ, പിന്നെ ഡ്യൂർഫൻ വരുന്നത് ടു അലൗ, പെർമിഷൻ ചോദിക്കുക, അങ്ങനത്തെ കേസിലൊക്കെ മെയിൻലി നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഡ്യൂർഫൻ എന്ന് പറയുന്ന മൊഡാൽ വെർബിന്റെ ആ ഒരു കേസാണ്. അതുകൊണ്ടാണ് അതിന് മേ എന്നുള്ള ഒരു അർത്ഥം കൂടെ പറഞ്ഞു തന്നത്. ഇപ്പൊ മേ ഐ കം ഇൻ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു പെർമിഷൻ ചോദിക്കുകയാണ്. സോ ആ സമയത്തൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഡ്യൂർഫൻ എന്ന് പറയുന്ന മൊഡാൽ വെർബ് ആയിരിക്കും യൂസ് ചെയ്യാം. ഇനി ഈ മൊഡാൽ വെർബുകൾ, അതായത് ഇപ്പൊ മൊഡാൽ വെർബ് വെച്ചിട്ട് എഴുതണമെങ്കിൽ നമ്മൾ പഠിച്ചു മൊഡാൽ വെർബുകൾ ഇത് വരുന്ന സമയത്ത് രണ്ട് വെർബുകൾ, അതായത് ഒരു യൂഷ്വൽ വെർബ് ഉണ്ടാവും, അത് ലാസ്റ്റ് കൊടുക്കണം. സെക്കൻഡ് പൊസിഷനിൽ ഈ മൊഡാൽ വെർബ്സ് ആണ് കോൺജുഗേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിർബന്ധമായിട്ടും മൊഡാൽ വെർബ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സെന്റൻസ് എഴുതാൻ അറിയണമെങ്കിൽ ഇതിന്റെ എല്ലാത്തിൻ്റെയും കോൺജുഗേഷൻ നിങ്ങൾക്ക് അറിയണം. അപ്പൊ നിങ്ങൾ സാധാ പഠിച്ച കോൺജുഗേഷൻ പോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷിൻ്റെയും എർസിയസിൻ്റെയും കോൺജുഗേഷൻ ബൈ ഹേർട്ട് ചെയ്യണം. ഇവിടെ ഈസി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ് എന്ന് പറയുന്ന വാക്കിന്റെ കോൺജുഗേഷനും എർസിയസിന്റെ കോൺജുഗേഷനും എപ്പോഴും സെയിം ആയിരിക്കും. സോ വൺസ് നിങ്ങൾ വോളന്റെ കോൺജുഗേഷൻ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്യോനൻ്റെ പഠിക്കുകയാണെങ്കിൽ അതിൽ എന്താണോ ഇഷിന്റെ കോൺജുഗേഷൻ അത് തന്നെ ആയിരിക്കും എർസിയസിന്റെ കോൺജുഗേഷനും വരുന്നത്. പിന്നെ നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്യേണ്ടത് ദൂവിൻ്റെത്. ബാക്കിയുള്ളതൊക്കെ നമ്മളുടെ സാധാ പാറ്റേണിലാണ് പോകുന്നത്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സോ വോളൻ എന്ന് പറയുന്ന വെർബിന്റെ കോൺജുഗേഷൻ ആണ് എഴുതുന്നെങ്കിൽ ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കൂടെ വരുന്ന സമയത്ത് വോളന്റെ കോൺജുഗേഷൻ വിൽ എന്നാണ് പറയുന്നത്. അതായത് ഐ വാണ്ട് എന്ന് പറയുന്ന ഒരു സെന്റൻസ് വരുന്ന സമയത്ത് ഇഷ് വിൽ എന്നാണ് വരുന്നത്. ഇഷ് വിൽ. ദു എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കൂടെ വരുന്ന സമയത്ത് ഇവിടെ വരുന്നത് വിൽസ്റ്റ്. ദു വിൽസ്റ്റ്. ഇനി എർസിയസിന്റെ കൂടെ നമ്മൾ പഠിച്ചു, എർസിയസിന്റെ കൂടെ ഇഷിന്റെ സെയിം കോൺജുഗേഷൻ ആണ് വരിക. വിൽ എന്ന് പറയുന്ന സെയിം വാക്ക്. ഹി വാണ്ട്, ഷീ വാണ്ട്, ഇറ്റ് വാണ്ട് എന്നുള്ള അർത്ഥം വരും. ഇനി നെക്സ്റ്റ് വരുന്നത് വിയർ. വിയറിന്റെ കൂടെ വരുന്ന സമയത്ത് നമ്മുടെ യൂഷ്വൽ പാറ്റേൺ വിയർ വോളൻ, വി വാണ്ട് എന്നുള്ള അർത്ഥം വരും. ഇനി നെക്സ്റ്റ് ഇയറിന്റെ കൂടെ വരുന്ന സമയത്ത്
ഇവിടെ വരുന്നത് വോൾട്ട് എന്ന് വരും. ഇയർ വോൾട്ട്. ഇ എന്ന് മാറ്റി ടി ചേർത്തു. സോ ഇവിടെ എത്തുന്ന സമയത്ത്, അതായത് വിയർ മുതൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ സാധാ കോൺജുഗേഷന്റെ പാറ്റേൺ ആണ്. നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്യേണ്ടത് ഈ 3 എണ്ണം. അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇഷും ദൂവും മാത്രം ബൈ ഹേർട്ട് ചെയ്താൽ മതി. കാരണം ഇഷിന്റെയും എർസിയസിന്റെയും കോൺജുഗേഷൻ എപ്പോഴും സെയിം ആയിരിക്കും. ഇനി ലാസ്റ്റ് വരുന്ന 2 സിയുടെ കൂടെ വരുന്നത് വോളൻ. ഓക്കെ, സിയോടെ സി വോളൻ, അതായത് യു വാണ്ട് അല്ലെങ്കിൽ ദേ വാണ്ട് എന്നുള്ള അർത്ഥം. സോ ഇഷ് വിൽ, ദു വിൽസ്റ്റ്, എർസിയസ് വിൽ, വിയർ വോളൻ, ഇയർ വോൾട്ട്, സിയോഡർ സി വോളൻ. സെയിം പോലെ ഇനി നെക്സ്റ്റ് ക്യോണിന്റെ നോക്കുന്ന സമയത്ത് ബൈ ഹേർട്ട് ചെയ്യേണ്ട ഇഷിന്റെ കൂടെയുള്ള കോൺജുഗേഷൻ ആണ് കാൺ. ഇഷ് കാൺ. ഇഷ് കാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ എന്നുള്ള അർത്ഥം. ദുവിന്റെ കൂടെ വരുന്ന സമയത്ത് കാൺസ്റ്റ്. ദു കാൺസ്റ്റ്, യു ക്യാൻ എന്നുള്ള അർത്ഥം. ഇനി നമ്മൾ പഠിച്ചു ഇഷിന്റെ സെയിം കോൺജുഗേഷൻ ആണ് എന്ത് വരിക, എർസിയസിന് വരിക. സോ ഇതിന് വരുന്നതും എർസിയസിന്റെ കൂടെ കാൺ എന്ന് വരും. വിയറിന്റെ കൂടെ നമ്മളുടെ സാധാ പാറ്റേണിൽ ക്യോനൻ, വിയർ ക്യോനൻ. ഇനി ഇയറിന്റെ കൂടെ വരുന്ന സമയത്ത് ഇയർ ക്യോൺട്ട്. ഇനി സിയോടെ സിയുടെ കൂടെ വരുന്ന സമയത്ത് ക്യോനൻ. അതായത് അങ്ങോട്ട് പിന്നെ സാധാ പാറ്റേണിലാണ് വരുന്നത്. അപ്പോൾ യൂഷ്വലി നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്യേണ്ടത് ഇഷ് ബൈ ഹേർട്ട് ചെയ്യുക, ദു ബൈ ഹേർട്ട് ചെയ്യുക. ഇഷിന്റെയും എർസിയസിന്റെയും കോൺജുഗേഷൻ എപ്പോഴും സെയിം ആയിരിക്കും. ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇനി മ്യൂസന്റെ കേസിൽ വരുന്ന സമയത്ത് ഇഷിന്റെ കൂടെ വരുന്നത് മുസ്, ദുവിന്റെ കൂടെ വരുന്നത് മുസ്റ്റ്. എർസിയസിന്റെ കൂടെ ഇഷിന്റെ സെയിം കോൺജുഗേഷൻ മുസ് എന്ന് വരും. വിയറിന്റെ കൂടെ മ്യൂസൻ, മ്യൂസൻ. അപ്പൊ ഇവിടുത്തെ ഉച്ചാരണ വ്യത്യാസം നിങ്ങൾ നോക്കുക. ഇവിടെ ഇഷിന്റെ കൂടെ ഉംലാവ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് മുസ് എന്ന് വായിച്ചത്. ഇവിടെ മുസ്റ്റ് എന്ന് വായിച്ചു. ഇവിടെ മുസ്, പക്ഷെ ഇവിടെ എത്തിയ സമയത്ത് മ്യൂസൻ, കാരണം ഉംലാവ് എന്നതുകൊണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന സമയത്ത് മ്യൂസ്റ്റ്. ഓക്കെ, ലാസ്റ്റ് 2 സിയുടെ കൂടെയും മ്യൂസൻ. ഓക്കെ, സോ ഇഷ് മുസ്, ഐ മസ്റ്റ്, ദു മുസ്റ്റ്, യു മസ്റ്റ്, എർസിയസ് മുസ്, ഹി മസ്റ്റ്, ഷീ മസ്റ്റ് അല്ലെങ്കിൽ ഇറ്റ് മസ്റ്റ്, വിയർ മ്യൂസൻ, വി മസ്റ്റ്. ഇതാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ഇനി നെക്സ്റ്റ് സോളൻ എന്ന് പറയുന്ന വേർബിന്റെ കോൺജുഗേഷൻ വരുന്ന സമയത്ത് ഇഷിന്റെ കൂടെ വരുന്നത് സോൾ, ഇഷ് സോൾ, ഐ ഷുഡ് അല്ലെങ്കിൽ ഐ ഷാൾ. ദുവിന്റെ കൂടെ വരുന്ന സമയത്ത് ദു സോൾസ്റ്റ്, ദു സോൾസ്റ്റ്. എർസിയസിന്റെ കൂടെ വരുന്ന സമയത്ത് സെയിം കോൺജുഗേഷൻ, അതായത് നമ്മളിവിടെ എഴുതി വെച്ചു ഇഷിന്റെ സെയിം കോൺജുഗേഷൻ ആണ് എന്ത് ചെയ്യുക, എർസിയസിനും വരിക. സോ എർ സോൾ, സി സോൾ, എസ് സോൾ. വിയറിന്റെ കൂടെ വരുന്ന സമയത്ത് സോളൻ, വിയർ സോളൻ. നെക്സ്റ്റ് വരുന്ന സമയത്ത് സോൾട്ട്, ലാസ്റ്റ് സോളൻ. ഓക്കെ, സോ ഇതാണ് അവിടെ വരുന്ന കോൺജുഗേഷൻ. മ്യോഗൻ വരുന്ന സമയത്ത് ഇഷിന്റെ കൂടെ വരുന്ന കോൺജുഗേഷൻ എന്ന് പറയുന്നത് മാഗ്. ബൈ ഹേർട്ട് ചെയ്ത് വെക്കുക, കാരണം ഇഷിന്റെ കൂടെ വരുന്ന കോൺജുഗേഷൻ ആണ് ഇഷ് മാഗ്. ഓക്കെ, ദുവിന്റെ കൂടെ വരുന്ന സമയത്ത് മാർക്സ്ഡ്, ദു മാർക്സ്ഡ്. എർസിയസിന്റെ കൂടെ വരുന്ന സമയത്ത് ഇഷിന്റെ സെയിം കോൺജുഗേഷൻ എർസിയസ് മാഗ്, അതായത് ഹി ലൈക്ക്, ഷീ ലൈക്ക്, ഇറ്റ് ലൈക്ക് എന്നൊക്കെ പറയുന്ന അർത്ഥം വരും. ഇനി വിയറിന്റെ കൂടെ വരുമ്പോൾ സാധാ വെർബ് എഴുതി വെക്കുക, മ്യോഗൻ. ഇയറിന്റെ കൂടെ വരുന്ന സമയത്ത് മ്യോഗ്ഡ്. ലാസ്റ്റ് വരുന്ന സിയോഡർ സി, മ്യോഗൻ. ഓക്കെ, സോ ദേ ലൈക്ക് അല്ലെങ്കിൽ യു ലൈക്ക് എന്നൊക്കെ പറയുന്ന അർത്ഥം. ഇനി ലാസ്റ്റ് വരുന്ന മൊഡാൽ വെർബാണ് ഡ്യൂർഫൻ. അലൗ അല്ലെങ്കിൽ മേ എന്നൊക്കെ പറയുന്ന അർത്ഥം വരുന്ന ഡ്യൂർഫൻ. സോ ഇഷിന്റെ കൂടെ വരുന്ന സമയത്ത് ഇഷ് ഡാർഫ്, ഇഷ് ഡാർഫ്. ഐ മേ അല്ലെങ്കിൽ ഐ അലൗ എന്നൊക്കെ പറയുന്ന അർത്ഥം വരുന്നതാണ് ഇഷ് ഡാർഫ്. ദുവിന്റെ കൂടെ വരുന്ന സമയത്ത് ദു ഡാർഫ്സ്റ്റ്, ദു ഡാർഫ്സ്റ്റ്, DARFST, ദു ഡാർഫ്സ്റ്റ്. എർസിയസിന്റെ കൂടെ വരുന്ന സമയത്ത് ഇഷിന്റെ സെയിം കോൺജുഗേഷൻ ഡാർഫ്. ഓക്കെ, എർ ഡാർഫ്, ഹി അലൗ അല്ലെങ്കിൽ ഹി മേ എന്നൊക്കെ പറയുന്ന അർത്ഥം. വിയറിന്റെ കൂടെ വരുന്ന സമയത്ത് വിയർ ഡ്യൂർഫൻ, വിയർ ഡ്യൂർഫൻ. ഉംലാവ് വന്നു, അതുകൊണ്ടാണ് വിയർ ഡ്യൂർഫൻ. ഇയറിന്റെ കൂടെ വരുന്ന സമയത്ത് ഇയർ
dwarfed. ലാസ്റ്റ് വരുന്ന സമയത്ത് dwarfen. ഓക്കെ, അപ്പോൾ ഈ കോൺജുഗേഷൻ ആണ് മെയിൻലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ മൊഡാൽ വെർബ് എന്താണെന്ന് പഠിച്ചു, മൊഡാൽ വെർബിന്റെ കൺസെപ്റ്റ് പഠിച്ചു. അതിന്റെ ശേഷം നമ്മൾ ഏതൊക്കെയാണ് ജർമ്മനിലുള്ള മൊഡാൽ വെർബ്സ്. സോ 6 മൊഡാൽ വെർബ്സ് കൊടുത്തിട്ടുണ്ട്. വൊള്ളൻ വാണ്ട് എന്നുള്ള അർത്ഥം, ക്യോനൻ ക്യാൻ എന്നുള്ള അർത്ഥം, മ്യൂസൻ മസ്റ്റ് എന്നുള്ള അർത്ഥം, സൊള്ളൻ ഷുഡ് അല്ലെങ്കിൽ ഷാൾ എന്നുള്ള അർത്ഥം, മ്യോഗൻ ലൈക്ക് എന്നുള്ള അർത്ഥം, ഡ്യൂർഫൻ ടു അലവ് അല്ലെങ്കിൽ മേ എന്ന് പറയുന്ന അർത്ഥം. ഇത്രയും മൊഡാൽ വെർബ്സ് നിങ്ങൾ ബൈഹേർട്ട് ചെയ്യണം. ഈ വെർബുകൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്താവും, അവിടെ ഒരു സെക്കൻഡ് വെർബ് അല്ലെങ്കിൽ ഒരു നോർമൽ വെർബ് വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പൊ ഈ വെർബ്സ് ആയിരിക്കും നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ കോൺജുഗേഷൻ അറിയണം. സോ കോൺജുഗേഷൻ പഠിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ഈസിയാണ്, കാര്യമായിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇഷ് അതുപോലെ ദു, ഈ 2 സബ്ജക്റ്റിന്റെ കോൺജുഗേഷൻ ബൈഹേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് വൊള്ളനുള്ള വെർബിന്റെ കോൺജുഗേഷൻ പഠിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ ഇഷും ദുവും മാത്രം പഠിച്ചാൽ മതി. കാരണം ഇഷ് വിൽ ആണെന്നും ദു വിൽസ്റ്റ് ആണെന്നും ബൈഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എർസിയസിന്റെ കോൺജുഗേഷൻ ഇഷുമായിട്ട് സെയിം ആണ്. നിങ്ങൾ അത് ആലോചിച്ചാൽ മതി. ബാക്കിയുള്ളത് നമ്മളുടെ സാധാ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്, വെർബിന്റെ കോൺജുഗേഷൻ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് മൊഡാൽ വെർബ് വെച്ചിട്ട് സെന്റൻസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, നമ്മൾ ആദ്യം പഠിച്ച കൺസെപ്റ്റ് മൊഡാൽ വെർബ് എന്നുള്ളതിന് കൺസെപ്റ്റ് പഠിച്ചു. ഇപ്പൊ മൊഡാൽ വെർബ്സും അതിന്റെ കോൺജുഗേഷൻ നമ്മൾ പഠിച്ചു. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ സെന്റൻസ് ഫോം ചെയ്യാം, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. എന്താ മൊഡാൽ വെർബ് എന്ന് പഠിച്ചു, മൊഡാൽ വെർബിന്റെ കൺസെപ്റ്റ് പഠിച്ചു. ഒരു സെന്റൻസ് എഴുതുമ്പോൾ മൊഡാൽ വെർബ് സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യണമെന്നും സാധാ വെർബ് അല്ലെങ്കിൽ ഒരു യൂഷ്വൽ വെർബ് ലാസ്റ്റ് പൊസിഷനിൽ en ഫോർമാറ്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ് ഫോമിൽ എഴുതണം എന്നുള്ള ഒരു തിയറിറ്റിക്കൽ നോളജ് നമ്മൾ പഠിച്ചു വെച്ചു. അതിന്റെ ശേഷം നമ്മൾ മൊഡാൽ വെർബ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ജസ്റ്റ് തൊട്ട് മുൻപ് നമ്മൾ നോക്കിയത്. ക്യോനൻ, വൊള്ളൻ, മ്യോഗൻ, ഡ്യൂർഫൻ, ഇത്തരത്തിലുള്ള മൊഡാൽ വെർബ്സും അതിന്റെ കോൺജുഗേഷനും നമ്മൾ നോക്കി. അപ്പൊ എന്തിനാണ് ആ കോൺജുഗേഷൻ നോക്കിയത്? കാരണം ഇതിന്റെ കോൺജുഗേഷൻ ആണ് സെക്കൻഡ് പൊസിഷനിൽ കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെന്റൻസ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ടോപ്പിക് പഠിച്ച സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ഇതിൽ നിങ്ങൾ ശരിക്കും ബൈഹേർട്ട് ചെയ്യേണ്ടത് 2 സബ്ജക്റ്റിന്റെ കോൺജുഗേഷൻസ് ആണ്. അത് ഇഷിന്റെയും എർസിയസിന്റെയും അതുപോലെ ദൂന്റെ. കാരണം ഇഷിന്റെ എർസിയസിന്റെ സെയിം ആണ്, പിന്നെ ദൂന്റെയും കൂടെ ബൈഹേർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ സെന്റൻസ് എഴുതാം. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾ ആണ് നോക്കാനുള്ളത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഐ മസ്റ്റ് ലേൺ ജർമ്മൻ. ഈ ഒരു സെന്റൻസ് ആണ് നിങ്ങൾ ജർമ്മനിൽ എഴുതാൻ പോകുന്നെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കുക, ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആൾ ഐ ഉണ്ട്, മസ്റ്റ് എന്ന് പറയുന്ന മൊഡാൽ വെർബ് ഉണ്ട്, ലേൺ എന്ന് പറയുന്ന യൂഷ്വൽ വെർബ് ഉണ്ട്, ജർമ്മൻ എന്ന് പറയുന്ന ഒരു നൗൺ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കോമ്പണൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലെങ്കിൽ നോമിനാറ്റീവ്. മസ്റ്റ് ആണ് മൊഡാൽ വെർബ്, ലേൺ എന്നുള്ളതാണ് യൂഷ്വൽ വെർബ്, ജർമ്മൻ എന്നുള്ള നൗൺ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ജർമ്മനിൽ എഴുതുമ്പോൾ എന്തൊക്കെ ചെയ്യാം? 6 സീസൺസ് അല്ലെങ്കിൽ 6 എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ആ 6 എപ്പിസോഡ്സിലും നിങ്ങൾ യൂസ് ചെയ്ത നോളജ് ആണ് ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, സബ്ജക്റ്റിന്റെ പൊസിഷൻ ജർമ്മനിൽ ഫസ്റ്റ് വരണം. ഇനി മൊഡാൽ വെർബ് പഠിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു യൂഷ്വലി വെർബിന്റെ പൊസിഷൻ ആണ് സെക്കൻഡ് വരേണ്ടത്. പക്ഷെ മൊഡാൽ വെർബ് വരുമ്പോൾ മൊഡാൽ വെർബിനാണ് പ്രാധാന്യം. മൊഡാൽ വെർബ് സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യണമെന്ന് ജസ്റ്റ് നമ്മൾ പഠിച്ചു. അപ്പൊ സാധാ വെർബ് എന്ത് ചെയ്യണം? ലാസ്റ്റ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യാതെ പോകണം എന്നുള്ളത് പഠിച്ചു. ജർമ്മൻ അതിന്റെ ഗ്യാപ്പിൽ ചേർത്ത് കൊടുക്കുക. സോ ഞാൻ സബ്ജക്റ്റിനെ ഫസ്റ്റ് എഴുതുന്നു, ഇഷ്. ഇനി നെക്സ്റ്റ് എഴുതേണ്ടത് മൊഡാൽ വെർബിനാണ്, വെർബ് അല്ല. കാരണം മൊഡാൽ വെർബ് വരുമ്പോൾ മൊഡാൽ വെർബാണ് സെക്കൻഡ് വരേണ്ടത്. സോ ഇഷിന്റെ കൂടെ മ്യൂസൻ ആണ് മസ്റ്റ് എന്ന് പറയുന്ന വെർബ്. പക്ഷെ ഇഷിന്റെ കൂടെ വരുമ്പോൾ ഇഷ് മുസ്. നമ്മൾ കോൺജുഗേഷൻ ജസ്റ്റ് മുൻപ് പഠിച്ചു, ഇഷ് മുസ്. ഇനി നെക്സ്റ്റ് ഈ ലേൺ എന്നുള്ള വാക്ക് ലാസ്റ്റ് പോകും. കാരണം മൊഡാൽ വെർബ് വന്നു കഴിഞ്ഞാൽ സാധാ വെർബ് ലാസ്റ്റ് ഇൻഫിനിറ്റീവ് ഫോമിൽ പോകണം. ഇനി ജർമ്മൻ, അതാണ് ഡോയിഷ്. ഇഷ് മുസ് ഡോയിഷ് ലേണൻ. ഓക്കെ, സോ ലേണൻ എന്ന് പറയുന്ന സാധാ വെർബ് ഞാൻ എന്ത് ചെയ്തു? ലാസ്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്തു. അതിന് ഞാൻ കോൺജുഗേറ്റ് ചെയ്തിട്ടില്ല. ലേൺ എന്ന് പറയുന്ന വെർബ് അത് സാധാ പോലെ നമ്മൾ എന്ത് ചെയ്തു? ലാസ്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ച ഈ ഒരു കൺസെപ്റ്റ്. മൊഡാൽ വെർബ് വെച്ചിട്ട് ഒരു സെന്റൻസ് എഴുതുമ്പോൾ അവിടെ ഒരു യൂഷ്വൽ വെർബ് ഉണ്ടാവും. ആ വെർബിന് എന്ത് ചെയ്യണം? ലാസ്റ്റിലോട്ട് കോൺജുഗേറ്റ് ചെയ്യാതെ. ഇവിടെ ആണ് ഇമ്പോർട്ടന്റ്. കോൺജുഗേറ്റ് ചെയ്യാൻ പാടില്ല. അതിനെ കോൺജുഗേറ്റ് ചെയ്യാതെ എന്ത് ചെയ്യുക? ലാസ്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്തു. സോ ഇഷ് മുസ് ഡോയിഷ് ലേണൻ. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ക്യാൻ speak English. She can speak English. ഈ ഒരു സെന്റൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സബ്ജക്റ്റ് ഷീ ആണ്,
ക്യാൻ എന്ന് പറയുന്ന മൊഡാൽ വെർബ് ഉണ്ട്, സ്പീക്ക് എന്ന് പറയുന്ന നോർമൽ വെർബ് ഉണ്ട്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന നൗൺ ഉണ്ട്. അപ്പൊ മൊഡാൽ വെർബ് സെക്കൻഡ് കോൺജുഗേറ്റ് ചെയ്യണം, സ്പീക്ക് ലാസ്റ്റ് പോകണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സെന്റൻസ് വരുന്നത് സി ഫസ്റ്റ് എഴുതി സബ്ജക്റ്റ്. ഇനി ക്യാൻ എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്. ബട്ട് ഷീന്റെ കൂടെ വരുന്ന സമയത്ത് നമുക്കറിയാം കാൺ, സി കാൺ. ഇനി ഇംഗ്ലീഷ് ഇവിടെ വരണം, കാരണം എന്താ, സ്പീക്ക് ലാസ്റ്റ് പോകും. സോ സി കാൺ ഇംഗ്ലീഷ്, സി കാൺ ഇംഗ്ലീഷ് സ്പ്രഷൻ, സി കാൺ ഇംഗ്ലീഷ് സ്പ്രഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ ഫോം ചെയ്ത പാറ്റേണിൽ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഫസ്റ്റ് കൊടുത്തു, മൊഡാൽ വെർബ് ക്യോനന്റെ കോൺജുഗേഷൻ ആയിട്ടുള്ള കാൺ പ്ലേസ് ചെയ്തു, സ്പീക്ക് എന്ന് പറയുന്ന യൂഷ്വൽ വെർബ് ലാസ്റ്റ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യാതെ നമ്മൾ എഴുതി, ഇംഗ്ലീഷ് എന്ന് പറയുന്ന നൗണിനെ നമ്മൾ എഴുതി. സോ സി കാൺ ഇംഗ്ലീഷ് സ്പ്രഷൻ, എഷ്മുസ് ഡോയ്ഷ് ലേണൻ. അപ്പോൾ മൊഡാൽ വെർബ് എന്ന് പറയുന്ന ടോപ്പിക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏത് ലെവൽ പഠിക്കുകയാണെങ്കിൽ A1 A2 അല്ലെങ്കിൽ B1 അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരാളാണോ മൊഡാൽ വെർബ് അറിയണം. സോ ഏതൊക്കെയാണ് ജർമ്മനിലെ 6 മൊഡാൽ വെർബ്സ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ കോൺജുഗേഷൻ, കാരണം അതിൻ്റെ കോൺജുഗേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ടതില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മൊഡാൽ വെർബ് വരുമ്പോൾ സാധാ വെർബിന് എന്ത് ചെയ്യും, അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവസാനത്തെ പൊസിഷനിൽ കോൺജുഗേറ്റ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൊഡാൽ വെർബിൽ അപ്ലൈ ചെയ്താൽ മതി. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, മസ്റ്റും ഷുഡും ക്യാനൊക്കെ വെച്ചിട്ട് കുറച്ച് സെന്റൻസ് ജർമ്മനിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞിട്ട് അതൊന്ന് ജർമ്മനിലാക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മൊഡാൽ വെർബിനെ സെക്കൻഡ് കോൺജുഗേറ്റ് ചെയ്തിട്ട് യൂഷ്വൽ വെർബിനെ ലാസ്റ്റ് പ്ലേസ് ചെയ്യുന്ന പാറ്റേണിലൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ മൊഡാൽ വെർബ് വെച്ചിട്ട് സെന്റൻസ് എഴുതാം. ഈസിയാണ് സംഭവം. ശരിക്കും നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ, കോൺജുഗേഷൻ ബൈ ഹേർട്ട് ചെയ്യുക, വെർബ് അതായത് യൂഷ്വൽ വെർബ് ലാസ്റ്റ് പൊസിഷനിലാണെന്ന് മനസ്സിലാക്കുക, മൊഡാൽ വെർബ് സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യണം എന്നുള്ളതും മനസ്സിലാക്കുക. മൊഡാൽ വെർബ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ത്രെൻബാറെ വെർബൻ എന്ന് പറയുന്നത്. സോ എന്താണ് ത്രെൻബാറെ വെർബൻ, അല്ലെങ്കിൽ ഇത് എന്തിന് പഠിക്കണം, ഇത് നിങ്ങൾക്ക് A1 ഇമ്പോർട്ടൻ്റ് ആണോ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ത്രെൻബാറെ വെർബൻ എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് സെപ്പറബിൾ വെർബ്സ് എന്നാണ്. നെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കാം, ത്രെൻബാറെ വെർബൻ, ത്രെൻബാറെ വെർബൻ. സോ എന്താണ് ത്രെൻബാറെ വെർബൻ? സോ ഇതിൻ്റെ സിമ്പിൾ ട്രാൻസ്ലേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, സെപ്പറബിൾ വെർബ്സ്, അതാണ് ത്രെൻബാറെ വെർബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സെപ്പറബിൾ വേർബ്സ്, ഇപ്പോൾ നമ്മൾ വേർബ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, യൂഷ്വൽ വേർബ്സ് പഠിച്ചു, അതിൻ്റെ കോൺജുഗേഷൻ പഠിച്ചു, പിന്നെ മൊഡാൽ വേർബ് പഠിച്ചു, അതിൻ്റെ കോൺജുഗേഷൻ പഠിച്ചു. സോ എന്താണ് ത്രെൻബാറെ വെർബ്? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് വേർബ്സ് നിങ്ങൾക്ക് ജർമ്മനിൽ കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള വേർബ്സിനെയാണ് ത്രെൻബാറെ വെർബ് എന്ന് പറയാം. ഇത് A1 ലെവലിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളൊരു മെയിൽ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ എഴുതുന്ന സമയത്തൊക്കെ ഇതിലെ ഈ ത്രെൻബാറെ വേർബ്സ് നിങ്ങൾ യൂസ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇത് അറിഞ്ഞിരിക്കണം, ഇത് എങ്ങനെ ഒരു സെൻറ്റൻസിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് അറിയണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജർമ്മനിലെ ഒരു ത്രെൻബാറെ വേർബാണ് ഐൻലാഡൻ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ത്രെൻബാറെ വേർബാണ് അൻഫാങ്കൻ എന്ന് പറയുന്നത്, അൻഫാങ്കൻ. വേറെ ഒന്നാണ് അൻറൂഫൻ, വേറെ ഒന്നാണ് മിറ്റ് കോമൻ, മിറ്റ് കോമൻ. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ത്രെൻബാറെ വേർബ്സ് ആണ് ഇവിടെ കാണിച്ചു തന്നത്. ഇതെന്തിനാണ് ഞാൻ ആദ്യം എഴുതിയെന്നുള്ളത് ഇനി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു വേർബ്സിൻ്റെ ഒക്കെ പ്രത്യേകത നിങ്ങൾ നോക്കുക, ഇതിൻ്റെ കൂടെ ഒരു സഫിക്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ ഐൻലാഡൻ എന്ന് പറയുന്ന ഈ ഒരു വാക്കിൽ ഐൻ എന്ന് പറയുന്ന സഫിക്സും ലാഡൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേർബ്. അൻഫാങ്കൻ എന്ന് പറയുന്ന ത്രെൻബാറെ വേർബിൽ അൻ എന്ന് പറയുന്നതാണ് സഫിക്സ്, ഫാങ്കൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേർബ്. അൻറൂഫൻ എന്ന് പറയുന്ന ഈ ഒരു വേർബിൽ അൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സഫിക്സ്, റൂഫൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേർബ്. മിഡ് കോമനിൽ മിറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സഫിക്സ്, കോമൻ എന്ന് പറയുന്നതാണ് എന്ത്, വേർബ്. നിങ്ങൾ യൂഷ്വലി പഠിച്ച എന്താ പറയുക, പ്രപ്പോസിഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. സോ ഐൻലാഡൻ, അൻഫാങ്കൻ, അൻറൂഫൻ, മിറ്റ് കോമൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ത്രെൻബാറെ വെർബ്സ്, ഇതിലും കൂടുതൽ ത്രെൻബാറെ വെർബ്സ് ഉണ്ട്, അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് പഠിക്കുന്ന സമയത്ത് വരും. സോ ഐൻലാഡൻ, അൻഫാങ്കൻ, അൻറൂഫൻ, മിറ്റ് കോമൻ.
ഈ വേർബ്സ് വെച്ചിട്ട് എങ്ങനെ സെന്റൻസ് എഴുതാം, അല്ലെങ്കിൽ ഇതൊക്കെ ത്രൻബാറെ വേർബ്സ് ആണെന്ന് പറഞ്ഞു സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വെർബ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഐൻലാഡൻ എന്ന് പറയുന്ന ഈ ഒരു വേർബ് വെച്ചിട്ട് ശരിക്കും ഇതിൻ്റെ അർത്ഥം വരുന്നത് ടു ഇൻവൈറ്റ് എന്നുള്ള അർത്ഥമാണ്. ടു ഇൻവൈറ്റ്. അപ്പോൾ A1 ലെവലിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് അത്ര യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങളൊരു ലെറ്റർ എഴുതുന്ന സമയത്ത്, മെയിൽ എഴുതുന്ന സമയത്തൊക്കെ മെയിൻലി A1 വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇൻവിറ്റേഷൻ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഇൻവിറ്റേഷൻ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ യൂസ് ചെയ്യുന്ന വാക്കായിരിക്കും ഐൻലാഡൻ എന്ന് പറയുന്ന വാക്ക്, ടു ഇൻവൈറ്റ് എന്നുള്ള അർത്ഥം. സോ ഈ ഐൻലാഡൻ വെച്ചിട്ട് എങ്ങനെ സെന്റൻസ് എഴുതാം, ഇതാണ് നോക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു സെന്റൻസ് എഴുതണം. ഐ ഇൻവൈറ്റ് ഹിസ് ഫാമിലി. ഐ ഇൻവൈറ്റ് ഹിസ് ഫാമിലി. ഈ ഒരു സെന്റൻസ് ജർമ്മനിൽ എഴുതുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും? സോ ഐ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഇൻവൈറ്റ് എന്ന് പറയുന്നത് ഐൻലാഡൻ എന്ന് പറയുന്ന വേർബ് ആണെന്ന് അറിയാം. അത് ത്രൻബാറെ വേർബ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഹിസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പൊസസീവ് ആർട്ടിക്കിൾ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഫാമിലിക്ക് പറയുന്ന വൊക്കാബ് നമുക്കറിയാം. സോ ഈ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ത്രൻബാറെ വെർബ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. സബ്ജക്റ്റ് എന്തായാലും ഫസ്റ്റ് പൊസിഷനിൽ എഴുതി ഇഷ്. ഇനിയാണ് നമുക്കുള്ള കൺഫ്യൂഷൻ വരിക. ഇവിടെ ഇഷ് ഐൻലാഡൻ എന്നുള്ളതാണ് വെർബ്. ഐൻലാഡെ എന്ന് എഴുതണോ അതോ എങ്ങനെയാണ് ഇത് സെപ്പറേറ്റ് ചെയ്യുക? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഐൻ എന്ന് പറയുന്നതാണ് സഫിക്സ്, ലാഡൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്, സഫിക്സ് ലാസ്റ്റ് പൊസിഷനിൽ പോകണം. ഓക്കെ, സഫിക്സ് എപ്പോഴും എന്ത് ചെയ്യണം? ലാസ്റ്റ് പൊസിഷനിൽ പോകണം. ഇതിപ്പോൾ നമ്മൾ മൊഡാൽ വെർബിന്റെ കേസിൽ പറഞ്ഞ പോലെ മൊഡാൽ വെർബിൽ യൂഷ്വൽ വെർബ് എന്ത് ചെയ്യണമായിരുന്നു? ലാസ്റ്റ് പൊസിഷനിൽ പോകണം. സോ സെയിം പോലെ ഈ ഐൻലാഡനിലെ സഫിക്സ് ആയിട്ടുള്ള ഐൻ എന്ത് ചെയ്യണം? ആ സെന്റൻസിന്റെ ലാസ്റ്റ് പോകണം. അൻഫാങ്കനിലെ സഫിക്സ് ആയിട്ടുള്ള അൻ എന്ത് ചെയ്യണം? ആ സെന്റൻസിന്റെ ലാസ്റ്റ് പോകണം. അൺറൂഫനിലെ സഫിക്സ് ആയിട്ടുള്ള അൻ എന്ത് ചെയ്യണം? ലാസ്റ്റ് പോകണം. മിറ്റ് കൊമനിലെ സഫിക്സ് ആയിട്ടുള്ള മിറ്റ് ലാസ്റ്റ് പോകണം. ഇതാണ് ഇവിടുത്തെ റൂള്. അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ എന്ത് വരും? രണ്ടാമത്തെ പൊസിഷനിൽ നിങ്ങൾ ഈ വെർബ്, അതായത് ഇത് സഫിക്സും ഇതാണ് വെർബ്, ഈ ലാഡനാണ് നിങ്ങൾ കോൺജുഗേറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇഷ് ഐൻലാഡെ എന്ന് എഴുതരുത്. കാരണം നമ്മളിവിടെ എഴുതി സഫിക്സ് ആയിട്ടുള്ള ഐൻ ലാസ്റ്റ് ആണ് പോകേണ്ടത്. സോ ഇവിടെ ഞാൻ എഴുതുന്നത് ഇഷ് ലാഡൻ. കാരണം ലാഡൻ ആണ് ഇവിടുത്തെ വെർബ്. സോ അത് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ എന്തായി? ഇഷ് ലാഡെ. ഇഷ് ലാഡെ. ഇനി ഹിസ് എന്നുള്ളതിൻ്റെ പൊസസീവ് ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൈൻ ആണ്. പക്ഷെ ഫാമിലി ഫെമിനിൻ ആയതുകൊണ്ട് സൈന് ഫാമിലി, സൈന ഫാമിലിയെ, ഇഷ് ലാഡെ സൈന ഫാമിലിയെ ഐൻ. അതായത് ഞാൻ ഈ ഐൻ എന്ന് പറയുന്ന സഫിക്സിന് എന്ത് ചെയ്തു? ലാസ്റ്റിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഐൻലാഡൻ എന്നുള്ള ഈ ഒരു വെർബ് വെച്ചിട്ട് നമ്മൾ സെന്റൻസ് എഴുതിയപ്പോൾ വെർബ് ആയിട്ടുള്ള ലാഡനെ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യും, ഐനെ നമ്മൾ ലാസ്റ്റ് കൊണ്ടുപോവുകയും ചെയ്തു. സോ ഐ ഇൻവൈറ്റ് ഹിസ് ഫാമിലി. അപ്പൊ ഇൻവൈറ്റ് എന്നുള്ള വെർബിന് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് പഠിക്കണം എന്തായാലും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് സെന്റൻസ് എഴുതാൻ അറിയണം. അപ്പൊ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നത്. ഈ ഐ എന്ന് പറയുന്ന സഫിക്സ് ലാസ്റ്റ് പോകണം. സോ ഐ ഇൻവൈറ്റ് ഹിസ് ഫാമിലി, ഐ ഇൻവൈറ്റ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇഷ് ലാഡ് സൈന ഫാമിലി ഐൻ, ഐൻ എന്നുള്ളത് ലാസ്റ്റ് വരണം. ഇനി ഫോർ എക്സാമ്പിൾ അൻഫാങ്കൻ വെച്ചിട്ട് വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. അൻഫാങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് ടു ബിഗിൻ എന്നുള്ള അർത്ഥമാണ്. ടു ബിഗിൻ. ഓക്കെ, യൂഷ്വലി നിങ്ങൾ ഈ ലെറ്റർ എഴുതുന്ന സമയത്ത് ഇപ്പോൾ പാർട്ടി അല്ലെങ്കിൽ ഒരു എന്തിനെങ്കിലും ആണ് ഇൻവൈറ്റ് ചെയ്യുന്നതെങ്കിൽ പാർട്ടി തുടങ്ങുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷൻ തുടങ്ങുന്നത് ഇത്ര മണിക്കാണ് അല്ലെങ്കിൽ ഇത്ര സമയത്താണെന്ന് പറയും. സോ ഈ ബിഗിൻ എന്ന് പറയുന്ന വാക്ക് വെച്ചിട്ട് ആയിരിക്കും നമ്മളത് എക്സ്പ്രസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അൻഫാങ്കൻ എന്നുള്ള ഈ ഒരു വെർബ് അറിയണം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കുക, ഇത് സെപ്പറബിൾ വെർബാണ്. ഈ അൻ എന്ത് ചെയ്യണം? ലാസ്റ്റ് ആണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതേണ്ട സെന്റൻസ്, ദ പാർട്ടി ബിഗിൻസ് അറ്റ് 6. ദ പാർട്ടി ബിഗിൻസ് അറ്റ് 6 എന്നുള്ള സെന്റൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ദ പാർട്ടി ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ബിഗിൻസ് എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്, അതായത് അൻഫാങ്കൻ എന്ന് പറയുന്നത്. ഇനി അറ്റ് 6 ടൈമാണ്. സോ ഇത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ടൈം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഫസ്റ്റ്, ബട്ട് ഞാൻ സാധാ പോലെ എഴുതാണ് ദി പാർട്ടി. ഇനി ബിഗിൻസ് എന്നുള്ളതിന്റെ വെർബാണ് അൻഫാങ്കൻ. സോ അൻഫാങ്കനിൽ എന്ത് ചെയ്യണം? അന്നിന് ലാസ്റ്റ് കൊണ്ടുപോകണം, ഫാങ്കനെ നിങ്ങൾ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യണം. സോ ദി പാർട്ടി ഫേങ്ഡ്.
കാരണം കോൺജുഗേഷൻ വരുമ്പോൾ ഫേങ്ക്ഡ് വരും. ദി പാർട്ടി ഫേങ്ക്ഡ്. ഇനി ടൈം ആണ് മെൻഷൻ ചെയ്യാനുള്ളത്. 6 Uhr at 6 o'clock. ഓക്കെ, 6 Uhr. ഇനി മറന്നു പോകരുത്, സഫിക്സ് എഴുതണം, an. ഓക്കെ, സോ ദി പാർട്ടി ഫേങ്ക്ഡ് 6 Uhr an. അതിന്റെ അർത്ഥമാണ് ദ പാർട്ടി ബിഗിൻസ് അല്ലെങ്കിൽ സ്റ്റാർട്ട്സ് അറ്റ് 6. ഓക്കെ, ദി പാർട്ടി ഫേങ്ക്ഡ് 6 Uhr an. നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് അൺറൂഫൻ. ഈ അൺറൂഫനിൽ അൺ ആണ് സഫിക്സ്, റൂഫൻ ആണ് വെർബ്. സോ അത് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുക. അൺ എന്ത് ചെയ്യണം? ലാസ്റ്റ് പൊസിഷനിലോട്ട് പോകണം. അൺറൂഫൻ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഐ കോൾ മൈ മദർ. ഈ ഒരു എക്സാമ്പിൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ അറിയുന്ന കാര്യങ്ങളാണ്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഇനി കോൾ നിങ്ങൾക്ക് അറിയാം, അൺറൂഫൻ എന്ന് പറയുന്ന വെർബാണ്. അതിൽ അൺ എന്നുള്ള സഫിക്സ് എന്ത് ചെയ്യണം? ലാസ്റ്റ് പോകണം. റൂഫൻ ആണ് സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് അറിയാം മൈ മദർ എന്നുള്ളതിന്റെ ജർമ്മൻ. സോ ഈ ഒരു സെന്റൻസ് ജർമ്മനിൽ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഐ എന്നുള്ളതിന്റെ ഇഷ് എഴുതി, കോൾ എന്നുള്ളതിന്റെ റൂഫൻ, അതായത് അൺറൂഫൻ ആയിരുന്നു, ഇതിലെ റൂഫൻ ഞാൻ കോൺജുഗേറ്റ് ചെയ്ത് റൂഫെ ആക്കി. ഇനി മൈ മദർ, മൈന് മുട്ടർ, മൈന് മുട്ടർ. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇതിന്റെ സഫിക്സ് ആയിട്ടുള്ള അൻ ലാസ്റ്റ് കൊടുക്കുക. സോ എഷ് റൂഫ് മൈന് മുട്ടർ അൻ ഐ. ഇനി കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അൺറൂഫൻ ആണ്. അതിൽ എന്ത് ചെയ്തു? റൂഫൻ എന്നുള്ള വെർബിനെ സെക്കൻഡ് കോൺജുഗേറ്റ് ചെയ്തു, അൻ എന്നുള്ള സഫിക്സിനെ ലാസ്റ്റ് കൊടുത്തു. പിന്നെ ബാലൻസ് വന്ന മൈ മദർ എന്നുള്ളത് എഴുതി. അപ്പൊ ത്രൻബാരെ വെർബ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് ശരിക്കും നിങ്ങൾ റിട്ടൺ ലാംഗ്വേജിൽ സ്പീക്കിങ്ങിലും വരും. പക്ഷേ റിട്ടണിൽ A1 കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ബർത്ത്ഡേ ഇൻവിറ്റേഷൻ എഴുതുന്ന സമയത്തൊക്കെ ഇത് നിരന്തരം നിങ്ങൾക്ക് യൂസ് ചെയ്യാനുണ്ടാവും. പ്രത്യേകിച്ച് ഈ ഐൻലാഡൻ, അൻഫാങ്കൻ എന്നൊക്കെ പറയുന്ന വെർബ്. സെയിം പോലെ മിഡ് കോമൻ. മിഡ് കോമൻ എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് ടു കം വിത്ത്. ഇപ്പോൾ യൂഷ്വലി ജർമ്മനിയിൽ ഒരു ബർത്ത്ഡേ ഇൻവിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്കൊരു കേക്ക് കൊണ്ടുവരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതായത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ബർത്ത്ഡേ ഇൻവിറ്റേഷന് റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂടെ കൊണ്ടുവരട്ടെ എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. സോ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ മിഡ് കോമൻ എന്നൊക്കെ ഉള്ള വേർബ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നിങ്ങൾ മനസ്സിലാക്കുക, മിഡ് എന്നുള്ളത് സഫിക്സ് ആണ്, കോമൻ ആണ് വെർബ്. അപ്പൊ ഐൻലാഡൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രൻബാരെ വെർബാണ്. നിങ്ങൾ A1 ലെവൽ എക്സാം എഴുതാൻ പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ്ലി അറിഞ്ഞിരിക്കേണ്ടതാണ് ഐൻലാഡൻ. സെയിം പോലെ അൻഫാങ്കൻ. കാരണം ഇത് ലെറ്റർ എഴുതുമ്പോൾ, മെയിൽ എഴുതുമ്പോൾ ഇൻവിറ്റേഷൻ ആണോ വരുന്നത്, ഇത് രണ്ടും ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. വേറെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട. ഈ ഐ എന്നുള്ള സഫിക്സ് അല്ലെങ്കിൽ ഏത് സഫിക്സ് ആണോ ആ വെർബിന് വരുന്നത് അത് ലാസ്റ്റ് പൊസിഷനിൽ കൊടുക്കുക. എന്നിട്ട് ഈ വെർബുകൾ കോൺജുഗേറ്റ് ചെയ്തിട്ട് എഴുതുക. വേറെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു എപ്പിസോഡിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രത്തോളം കണ്ട വീഡിയോസിൽ ഏറ്റവും അതായത് കമ്പാരിറ്റീവ് നോക്കുന്ന സമയത്ത് ഷോർട്ട് ആയിട്ടുള്ള എപ്പിസോഡാണിത്. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്ത കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2 ടോപ്പിക്സ് ആണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത്, മൊഡാൽ വെർബൻ അതുപോലെ ത്രൻബാരെ വെർബൻ. ഇനി അതിന്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. അതായത് മൊഡാൽ വെർബൻ വരുന്ന സമയത്ത് യൂഷ്വൽ വെർബ് ലാസ്റ്റ് പോകണം, യൂഷ്വൽ വെർബ് അവിടെ കോൺജുഗേറ്റ് ചെയ്യാൻ പാടില്ല, മൊഡാൽ വെർബ് കോൺജുഗേറ്റ് ചെയ്ത് സെക്കൻഡ് പൊസിഷനിൽ എഴുതണം എന്നുള്ളത്. സെയിം പോലെ ത്രൻബാരെ വെർബിന്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. ത്രൻബാരെ വെർബ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? പ്രിഫിക്സ് ഉണ്ടാവും, വെർബ് ഉണ്ടാവും. പ്രിഫിക്സിന് എന്ത് ചെയ്യണം? ലാസ്റ്റ് കൊണ്ടുപോകണം എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയി. അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസും നമ്മൾ നോക്കി. ഇനി ഇത് നിങ്ങൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എഫക്റ്റീവായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതാണ് നിങ്ങൾക്ക് ഇനി ഫൈനലി പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഒരു A1 പഠിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ ഇപ്പോൾ കുറേ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ലേറ്റർ. ഓക്കെ, അതായത് ജർമ്മൻ അല്ലെങ്കിൽ ഏത് ഭാഷ പഠിക്കുന്ന സമയത്തും നിരന്തരം ഒരാൾ യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്ലേറ്റർ. ഫസ്റ്റ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്ക് ഇതാണ്. ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ യൂസ് ചെയ്യാനേ പാടില്ല. നിങ്ങൾ അതിൻ്റെ പകരം യൂസ് ചെയ്യേണ്ട കാര്യമാണ് ഡിക്ഷണറി. ഓക്കെ, സോ ഡിക്ഷണറി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പേപ്പർ ഡിക്ഷണറി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലൊക്കെ ഈ ഒരു ഡിക്ഷണറി അവൈലബിൾ ആയിട്ടുണ്ടാവും, dic.cc. ഈ ഒരു ഡിക്ഷണറി വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇത് എന്തിനാണെന്നുള്ള കൂടെ പറഞ്ഞുതരാം. കാരണം ലാംഗ്വേജ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് പ്രത്യേകിച്ച് A1 ലെവലിൽ നിങ്ങൾ 3 ടൂൾസ് മെയിൻലി യൂട്ടിലൈസ് ചെയ്യണം. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ഡിക്ഷണറി എന്ന് പറയുന്നത്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ഒരു ബുക്ക് ഉണ്ടാവുന്നത് ബെറ്റർ ആണ്. അതായത് നിങ്ങളുടെ റിട്ടൺ നോട്ടോ അല്ലെങ്കിൽ ഒരു ഫിസിക്കലി ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവുന്നത് നല്ലതാണ്. തേർഡ്
നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് റിവേഴ്സോ കോൺജുഗേറ്റർ എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഓക്കെ, സോ ഈ 3 മെറ്റീരിയലും മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. ഇത് എന്തിനാണെന്നുള്ളത് കൂടെ പറഞ്ഞുതരാം. ഡിക്ഷണറി നിങ്ങൾ യൂസ് ചെയ്യുന്നത് പുതുതായിട്ടുള്ള വാക്കുകൾ എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഇത്രയും എപ്പിസോഡ് പഠിച്ച സമയത്തും ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമായിരുന്നു ലൈഫിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. കേട്ട് നിങ്ങൾ തന്നെ മടുത്തിട്ടുണ്ടാവും ലൈഫിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഇതിന് നിങ്ങൾ കേട്ട് മടുത്താലും നിങ്ങൾക്ക് ലാംഗ്വേജ് ലേണിങ്ങിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വേറെ ഏതുമില്ല. കാരണം നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒബ്ജക്ട്സുകളുടെ വൊക്കാബ്സ് പഠിക്കുക. പെൻ, വാച്ച്, ഷർട്ട്, ടീഷർട്ട്, പാൻസ്, ഇത് പഠിക്കാൻ നിങ്ങൾക്ക് ഡിക്ഷണറിയുടെ ആവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനാണ് ഒരു A1 സ്റ്റുഡൻറ്റ്, കാരണം A1 സ്റ്റുഡൻറ്റ് നിരന്തരം ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഡിക്ഷണറിയിലാണ്. ഒരു പുതിയ വൊക്കാബ് കാണുമ്പോൾ ക്യൂരിയസ് ആയിട്ട് അതിനെന്താ ജർമ്മനിൽ പറയാം, അത് ഇംഗ്ലീഷുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ, ഇതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. സെക്കൻഡ് ഞാൻ മെൻഷൻ ചെയ്തതാണ് ബുക്ക്. ഓക്കെ, സോ ബുക്ക് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ യൂഷ്വലി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ ബുക്കാണ്. സോ നെറ്റ്വർക്കിൻ്റെ ബുക്ക് യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, അത് 6 month ഓറിയൻറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്താണ്. സോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ടൈം എടുക്കേണ്ടി വരും. സോ പറ്റുമെങ്കിൽ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ബെറ്റർ ആണ്. സോ ബുക്ക് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് റിവേഴ്സോ കോൺജുഗേറ്റർ എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എല്ലാ വെർബുകളുടെയും കോൺജുഗേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ ആ വെർബ് ജസ്റ്റ് മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ആ വെർബുകളുടെ ഒക്കെ കോൺജുഗേഷൻ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വെർബ് നിങ്ങൾ അൺറൂഫ് എന്നുള്ള വെർബ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോൺജുഗേഷൻ താഴെ വരും. അത് സെപ്പറബിൾ വെർബ് ആണോ യൂഷ്വൽ വെർബ് ആണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരു A1 സ്റ്റുഡൻറ്റ് മെയിൻലി A1-ൽ കൂടുതൽ യൂസ് ചെയ്യേണ്ട ടൂൾസ് ആണ് ഈ 3 കാര്യം. ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക, കാരണം അതിൽ നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറും. സോ അത് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഈ 3 ടൂൾസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ മൊഡാൽ വെർബ് അതുപോലെ സെപ്പറബിൾ വെർബ്സ് പറയുന്ന സമയത്ത് ഇതെന്തിനു പറഞ്ഞു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. കാരണം ഈ ഒരു ടോപ്പിക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ അത്രത്തോളം സെൻറ്റൻസ് കിട്ടണമെന്നില്ല. അപ്പം മസ്റ്റ് വെച്ചിട്ടോ ഷുഡ് വെച്ചിട്ടോ അവിടെ നിങ്ങൾ സെൽഫായിട്ട് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഐ മസ്റ്റ് വർക്ക് ടുഡേ, അല്ലെങ്കിൽ ഐ ക്യാൻ ഡു ദിസ് ടുഡേ. അങ്ങനത്തെ സെൽഫായിട്ടുള്ള ക്രിയേഷൻ നിങ്ങൾക്ക് ഇവിടെ ആവശ്യം വരും. കാരണം ഇപ്പോൾ നമ്മളുടെ ത്രൻബാരെ വേർബൻ, അതായത് സെപ്പറബിൾ വേർബ്സ് പഠിക്കുന്ന സമയത്തും നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെപ്പറബിൾ വേർബ്സ് കുറവായിരിക്കും. യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേക്കപ്പ്, ഞാൻ 7 മണിക്ക് എണീറ്റു. ഈ വേക്കപ്പ് എന്നുള്ളതൊരു ത്രൻബാരെ വേർബാണ്, ഔഫ് വാക്കൻ. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു വേക്കപ്പ് എന്നുള്ളതിൽ നിങ്ങൾ രാവിലെ എണീക്കുക എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ആലോചിച്ചാൽ മതി. ഓക്കെ, ജർമ്മനിൽ വേക്കപ്പിന് എന്നും രാവിലെ എണീക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ജർമ്മനിൽ വേക്കപ്പ് എന്നുള്ളതിന് ഔഫ് വാക്കൻ എന്നുള്ളതാണ് പറയുക. അതൊരു ത്രൻബാരെ വെർബാണ്. അതിൽ ഔഫ് സഫിക്സും വാക്കൻ വെർബും ആണ്. ഈ സഫിക്സിനെ ആ ലാസ്റ്റ് കൊടുക്കണം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരാൾക്ക് ഐ വേക്കപ്പ് അറ്റ് 6 o'clock എന്ന് പറയുമ്പോൾ ഐ എന്നുള്ളത് ഇഷാണ്. വേക്കപ്പ് എന്നുള്ളതിന് ഔഫ് വാക്കനിൽ വാക്കൻ ഞാൻ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്തിട്ട് ഇഷ് വാക്കെ എന്ന് വരണം. പിന്നെ 6 o'clock 6 Uhr ഔഫ് ലാസ്റ്റ് ചേർക്കുക. സോ ഐ വേക്കപ്പ് അറ്റ് 6 o'clock എന്നുള്ളത് ഇഷ് വാക്കെ 6 Uhr ഔഫ് എന്നുള്ള സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങണം. എഴുന്നേൽക്കുന്ന സമയത്ത് ഇതാണ്. പിന്നെ ഞാൻ ഇൻവൈറ്റ് ചെയ്യണം ഒരാളെ ഒരു പാർട്ടിയിലോട്ട്, അപ്പോൾ ഐൻലാഡനാണ് ഇൻവിറ്റേഷൻ. സോ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഇത് എവിടേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു വേക്കപ്പിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡെയിലി നിങ്ങൾ കോൾ ചെയ്യുന്ന ആളുകളാവും. അൺറൂഫൻ എന്നുള്ള വെർബ്, ഞാൻ ഇനി ഒന്ന് കോൾ ചെയ്യട്ടെ എന്നുള്ളതിൻ്റെ പകരം എന്ത് ചെയ്യുക, ഞാൻ ഇനി ഒന്ന് അൺറൂഫൻ ചെയ്യട്ടെ. അൺറൂഫൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഷ അവിടെ ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അൺറൂഫൻ ചെയ്യട്ടെ എന്ന് പറയുന്ന സമയത്ത് അവിടെ നിങ്ങൾ ആലോചിക്കുക, ഓക്കെ ത്രൻബാരെ ത്രൻബാരെ വെർബാണ്, അതിലെ സഫിക്സ് ആണ്, പിന്നെ റൂഫനാണ് എന്ത് വെർബ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ത്രൻബാരെ വെർബ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സെയിം പോലെ മൊഡാൽ വെർബ്സും. ഇതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കുക. മൊഡാൽ വെർബ് പഠിക്കുമ്പോൾ എന്താണ് പ്രത്യേകത, ത്രൻബാരെ വെർബ് വരുമ്പോൾ എന്താണ് പ്രത്യേകത. ഈ 2 ടോപ്പിക്കും നിങ്ങൾക്ക് A1, A2, B1, B2 ലെവൽ വരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. സോ ആ ഒരു സീരിയസ്നോടുകൂടി തന്നെ ഈ ഒരു ടോപ്പിക്കിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ആ ഒരു സീരിയസ്നെസ്സിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈഫിൽ അപ്ലൈ ചെയ്ത് തുടങ്ങുക. ഞാൻ പറഞ്ഞ പോലെ വേക്കപ്പ് കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ നമ്മൾ പഠിച്ച ആ വെർബുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു എക്സ്ട്രാ ടൈം നിങ്ങൾ എടുക്കാതെ 4 ത്രൻബാരെ വെർബുകൾ പഠിക്കും.
അതുപോലെ തന്നെ മസ്റ്റ് ഷുഡ് എന്നൊക്കെ വരുന്ന സിറ്റുവേഷനിൽ ഒന്നും വേണ്ട, നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കാതെ നിങ്ങൾ 6 മൊഡാൽ വെർബ് ജർമ്മനിൽ പഠിക്കും. സോ മൊഡാൽ വെർബിന്റെ കോൺജുഗേഷൻ പഠിക്കുക, ട്രെൻബാറെ വെർബിന്റെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു ടോപ്പിക് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ്ലി വേണ്ടത് വർക്കൗട്ട് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അസൈൻമെന്റ്സ് നമ്മൾ താഴെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ഒരു 5 എപ്പിസോഡ്സ് അല്ലെങ്കിൽ 6 എപ്പിസോഡ്സ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പ്രോഗ്രസ് എത്രയാണ്. നിങ്ങൾക്ക് ജർമ്മൻ ഇത്ര വീഡിയോസ് കണ്ടിട്ട് A1 ലെവലിൽ എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പർലി ചെയ്യുക. ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ക്യൂരിയോസിറ്റി, ഇത്രയും 6 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രോഗ്രസ് തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്തായിരിക്കും പഠിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ ഇപ്പോൾ ഇത്രയും നമ്മൾ 6 എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത് പ്രസന്റ് ടെൻസ് ആയിരുന്നു. നമ്മൾ ഏത് സെന്റൻസ് എഴുതുമ്പോഴും പ്രസന്റ് ടെൻസിലാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ജർമ്മനിൽ പാസ്റ്റ് ടെൻസിൽ എഴുതാം? ഇപ്പോഴൊക്കെ നമ്മൾ എഴുതിയത് പ്രസന്റിലാണ്, അതായത് ഞാൻ ഇത് ചെയ്യുന്നു, അതായത് ഒക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ കാണുന്നു, സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്ന പാറ്റേണിലാണ്. സംസാരിച്ചു, ചെയ്തു, ഇങ്ങനെ പാസ്റ്റ് ടെൻസിൽ ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങൾ എങ്ങനെ ജർമ്മനിൽ എക്സ്പ്രസ് ചെയ്യാം. ഞാൻ 6 എപ്പിസോഡ്സ് കണ്ടു, എങ്ങനെ ജർമ്മനിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കവർ ചെയ്യാൻ പോകുന്നത്. അതുവരെ നിങ്ങൾ ഇതുവരെ കവർ ചെയ്ത ടോപ്പിക്ക് വെച്ചിട്ടുള്ള അസൈൻമെന്റ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രോത്ത് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക.